നിങ്ങളുടെ എക്സ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ആ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മിസ്സിങ് എനർജി അല്ല. അവർ ശരിക്കും നിങ്ങളെ റിമെമ്പർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ മിസ്സിങ്ങും റിമെമ്പറിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു വലിയ കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പേഴ്സണ് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. അത് ചിലപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ്, അതായത് അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദേഴ്സ് അങ്ങനെ ആരെങ്കിലും ആകാം. അല്ല എങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷേ അവർ ഈ പേഴ്സണുമായിട്ട് റൊമാൻറ്റിക്കലി അറ്റാച്ച്ഡ് ഒന്നുമല്ല. ഇവിടെ നമുക്ക് 3 ഓഫ് കോയിൻസ്, ടവർ, 3 ഓഫ് വാൺസ്, 5 ഓഫ് വാൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സഡൻലി ഇവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായി. ലൈക്ക് ഫൈറ്റ്, ഡിസാസ്റ്റർ, അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവരുടെ ലൈഫിലുണ്ടായിട്ടുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ നിങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയോ മിസ്സിങ്ങിൻ്റെയോ എനർജിയൊന്നും അല്ല. ഇപ്പോൾ ഞാൻ ഈ വ്യക്തിയെ ചൂസ് ചെയ്ത് പോയല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ ഇട്ടിട്ടാണല്ലോ വേറൊരാളെ കണ്ടപ്പോൾ അവർ വന്ന, അങ്ങനത്തെ കുറേ ചിന്തകൾ, അങ്ങനെയുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് 2 കാർഡ്സ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് വാൺസും പേജ് ഓഫ് വാൺസും ആണ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ആളാണ്. അതായത് ഇപ്പോൾ മറ്റുള്ളവരുടെ ഇന്ന് ഒരു പ്രശംസ അല്ലെങ്കിൽ അംഗീകാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഈ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിയുടേത്. അതിപ്പോൾ മെന്നാണെങ്കിലും വിമനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടേതൊരു ഫ്ലേർട്ടിങ് എനർജിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ എക്സ് പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ നടത്താമെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളെ ഓർത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ഇവരുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി വിചാരിച്ചിരുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം. അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ എക്സ് പേഴ്സൺ ഉണ്ട്. നമുക്കിവിടെ വേറെ 2 കാർഡുണ്ട്, എംപ്രസും കിങ് ഓഫ് പെൻറ്റക്കിൾസും. ഇവിടെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ റീഡിങ് കണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവർക്കും ഇതൊരിക്കലും റെസണേറ്റ് ആവില്ല. എല്ലാവർക്കും ആവണമെന്നില്ല. ഇത് ചില ആളുകൾക്ക് റെസണേറ്റ് ആവും, എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇത് റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് അപ്പോൾ എൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഇല്ല, അപ്പോൾ ഈ റീഡിങ് അങ്ങനെയല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് റെസണേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം ഈ റീഡിങ് എടുക്കുക, അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഇതൊരു സ്പെസിഫിക് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടി മാത്രമല്ല, ഒരു ഫോർത്ത് പാർട്ടിയും കൂടി ഉണ്ട്. അതായത് ദാറ്റ് മീൻസ് അപ്പാർട്ട് ഫ്രം യു, നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയും അതേപോലെ തന്നെ വേറൊരു പേഴ്സണും ഉണ്ട്. അതാണ് ഫോർത്ത് പാർട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ റൊമാൻറ്റിക് കണക്ഷൻ ആകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ഫ്രണ്ട്സ്, അങ്ങനെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ആരുമാകാം. ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. മണിയാണ് ഇവരുടെ ലൈഫിൽ ഇവർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
കൂടാതെ അവരൊരു മൈസറാണ് കേട്ടോ. അതായത് അവർക്ക് പൈസ ഒട്ടും ചിലവാക്കുന്നത് ഇഷ്ടമില്ല, പക്ഷെ പൈസ സേവ് ചെയ്യാനും അല്ലെങ്കിൽ സമ്പാദിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരൊരു വർക്കഹോളിക് ആയിട്ടുള്ള പേഴ്സണാണ്. പിന്നെ ഇതൊരു ഡോമിനേറ്റിംഗ് മദർ അല്ലെങ്കിൽ ഫാദറൊക്കെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നത് ഈ തേർഡ് പാർട്ടിയുടെയും ഈ ഫോർത്ത് പാർട്ടിയുടെയും ഒക്കെ ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. അവർ ഈ ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാം ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തേർഡ് പാർട്ടി അവരുടെ ലൈഫിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ലൈഫ് സെറ്റാവുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അവർ ചിന്തിച്ചതുപോലല്ല റിയാലിറ്റിയിൽ നടന്നത്. അവരുടെ ലൈഫിലിപ്പോൾ ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടായി, അവർ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ടാണ്. ശരിക്കും അത് അവരുടെ കർമ്മയാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരിക്കലും സ്നേഹം കൊണ്ടല്ല, ശരിക്കും അവരുടെ സെൽഫിഷ്നെസ് കൊണ്ടാണ്. കാരണം അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ അവർക്ക് തേർഡ് പാർട്ടിയും അതുപോലെ തന്നെ സെൽഫിഷാണ്. കാരണം തേർഡ് പാർട്ടിയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇത് കർമ്മയുടെ തിരിച്ചടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ലൈഫ് എൻജോയ്മെൻറ്റിനും ഹാപ്പിനെസ്സിനും വേണ്ടി തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തു. അപ്പോൾ ആ വ്യക്തിക്ക് സെയിം തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്നത് തിരിച്ചടികൾ മാത്രമാണ്. അപ്പോൾ അവർ നിങ്ങളോട് ചെയ്ത കർമ്മയാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളിപ്പോൾ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് വൺ ഡേ അവർ നിങ്ങളെ മിസ് ചെയ്യുമെന്നൊക്കെ. അതിലൊക്കെ എന്താണ് കാര്യം? നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വന്നാൽ ശരിക്കും അതൊരിക്കലും ഒരു നല്ല സ്നേഹമല്ല. കാരണം അവരത് ഈസിലി അണ്ടർസ്റ്റുഡ് ചെയ്തു. എന്താണ്? നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും നിങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് പോവില്ല. ഒരിക്കലും ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്യില്ല. നിങ്ങളെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾ, രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും അല്ലേ. അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അവരുടെ കുടുംബ പാരമ്പര്യം എല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സ്നേഹിക്കുമ്പോഴും അവരുടെ ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ അതെല്ലാം ഒരുമിച്ച് നിന്ന് പരിഹരിച്ച് അവരുടെ ബെസ്റ്റ് വേർഷനാകാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതാണ് അവരുടെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ കുറേ ലെസൺസൊക്കെ ടീച്ച് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരുമിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയില്ല എങ്കിൽ അവിടെ നിങ്ങൾ തമ്മിൽ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യും? അത് നമ്മൾ സംസാരിച്ച് തന്നെ തീർക്കണം. ഒരു റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ മെയിൻ പില്ലറാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊന്നും പറയാതെ വേറൊരു തേർഡ് പാർട്ടിയെ കണ്ടുപിടിച്ചിട്ട് പോയി അവരൊക്കെ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ചു വരുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പോൾ അവർക്ക് കുറേ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അവർക്കതൊക്കെ മനസ്സിലായത്. നിങ്ങൾ കരുതും അവർ തിരിച്ചു വരുന്നത് ശരിക്കും നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന്. അതൊരിക്കലും അങ്ങനെയല്ല. ഇതാണ് നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ സ്റ്റോപ്പ് ടെല്ലിങ് ദാറ്റ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇഫ് എ പേഴ്സൺ ട്രൂലി ലവ്സ് യു, നോബഡി ഏബിൾ ടു സെപ്പറേറ്റ് ഫ്രം യു.
ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം.